ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 8ാം ക്ലാസ്സിലെ കോശങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും മുൻപ് ചോദിച്ചിട്ടുള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ്. 25ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വീഡിയോ മൊത്തത്തിൽ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് ഏതാണ്? ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ്. ഓപ്ഷൻസ്: സ്റ്റീരിയോ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഡിജിറ്റൽ മൈക്രോസ്കോപ്പ്, പോക്കറ്റ് മൈക്രോസ്കോപ്പ്. ഏതാണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗം. ഓപ്ഷൻസ്: ഡയഫ്രം, കണ്ടൻസർ, നോബുകൾ, ഐ പീസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഓപ്ഷൻ എ, ഡയഫ്രം. അടുത്തത്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കൃത്രിമ പ്രകാശം പ്രതിപദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണം. കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, സമതല ദർപ്പണം, സിലിണ്ടറിക്കൽ ദർപ്പണം. ഏതാ? ഓപ്ഷൻ എ, കോൺകേവ് ദർപ്പണമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കൃത്രിമ പ്രകാശം പ്രതിപദിപ്പിക്കുന്നത്. മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശം പ്രതിപദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം. ഏതാ? കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, സമതല ദർപ്പണം, സിലിണ്ടറിക്കൽ ദർപ്പണം. മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശം പ്രതിപദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് ഓപ്ഷൻ സി, സമതല ദർപ്പണം. ഓപ്ഷൻ സി, സമതല ദർപ്പണം. അടുത്തത്, മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലം അറിയപ്പെടുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, സ്പേഷ്യൽ റെസൊല്യൂഷൻ, നോബ്, ആവർധന ശേഷി. എന്താ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ആവർധന ശേഷി. അടുത്തത്, ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകം. എന്താ? ഓപ്ഷൻസ്: മർമ്മം, കോശം, കല, ഹൃദയം. ഏതാ? ഓപ്ഷൻ ബി, കോശമാണ് കറക്റ്റ് ആൻസർ. ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? കോശമാണ്. അടുത്തത്, കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻസ്: റോബർട്ട് ഹുക്ക്, റോബർട്ട് ബ്രൗൺ, തിയോഡർ ഷ്വാൻ, റുഡോൾഫ് വിർഷ്വ. 4 ഓപ്ഷൻസും കോശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം 4ഉം വേറെ വേറെ തന്നെ നിങ്ങൾ പഠിക്കണം. ഇതിൻ്റെ ആൻസർ ഏതാ? കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ എ, റോബർട്ട് ഹുക്കാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? ന്യൂക്ലിയോളജി, സൈറ്റോളജി, ഫൈക്കോളജി, സെലനോളജി. ഏതാ? ഓപ്ഷൻ ബി, സൈറ്റോളജിയാണ്. ഓക്കെ, ഓപ്ഷൻ ബി, സൈറ്റോളജിയാണ് കറക്റ്റ് ആൻസർ. കോശത്തെക്കുറിച്ചിട്ടുള്ള പഠനമാണ് സൈറ്റോളജി. ഇനി മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ കോശവിജ്ഞാനം എന്നും ഉണ്ടാവും കേട്ടോ. കോശവിജ്ഞാനം അല്ലെങ്കിൽ സൈറ്റോളജിയാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം. ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ജീവദ്രവ്യം, റൈബോസോം, കോശമർമ്മം, മർമ്മകം. ഏതാ? ഓപ്ഷൻ സി, കോശമർമ്മം ആണ് കറക്റ്റ് ആൻസർ. ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗമാണ് കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. കോശമർമ്മം കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. റുഡോൾഫ് വിർഷ്വ, എം ജെ ഷ്ലീഡൻ, റോബർട്ട് ബ്രൗൺ, റോബർട്ട് ഹോവാർഡ്. കോശമർമ്മം അതായത് കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ്, റോബർട്ട് ബ്രൗൺ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, റോബർട്ട് ബ്രൗൺ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഓപ്ഷൻസ്: തിയോഡർ ഷ്വാൻ, ആൻറ്റൺ വാൻ ലിവാൻഹുക്ക്, എം ജെ ഷ്ലീഡൻ, ഇയാൽ വിൽമോട്ട്. ആരാ? ഓപ്ഷൻ സി, എം ജെ ഷ്ലീഡൻ. എം ജെ ഷ്ലീഡൻ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തി. അടുത്തത്, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. റുഡോൾഫ് വിർഷ്വ, റുഡോൾഫ് ക്ലേഷ്യസ്, റോബർട്ട് ബ്രൗൺ, തിയോഡർ ഷ്വാൻ. ആരാ? ഓപ്ഷൻ ഡി, തിയോഡർ ഷ്വാൻ ആണ് കറക്റ്റ് ആൻസർ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് തിയോഡർ ഷ്വാൻ.
അടുത്ത ചോദ്യം, റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തിയ വർഷം. ഓക്കെ, കോശകേന്ദ്രം ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണെന്ന് പറഞ്ഞു. അത് കണ്ടുപിടിച്ച വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഉണ്ട്: 1859, 1851, 1831, 1858. ഏതാ? ഓപ്ഷൻ സി 1831 ആണ് കറക്റ്റ് ആൻസർ. റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തിയ വർഷം 1831. അടുത്ത ചോദ്യം, വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾച്ചേർത്തുകൊണ്ട് MG ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തം. ഏതാ? ഓപ്ഷൻസ് നോക്കാം: കോശ സിദ്ധാന്തം, കോശവിജ്ഞാനം, മൈക്രോഗ്രാഫിയ, കോശവിജ്ഞാനീയം. ഏതാ? MG ഷ്ലീഡനും തിയോഡർ ഷ്വാനും കൂടി ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം. ഓപ്ഷൻ എ. അടുത്തത്, കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് എന്താണ്? കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് എന്താണ്? ഓപ്ഷൻസ്: കോശദ്രവ്യം, ജീവദ്രവ്യം, മർമ്മദ്രവ്യം, സൈറ്റോപ്ലാസം. ഓപ്ഷൻ ബി ജീവദ്രവ്യമാണ് കറക്റ്റ് ആൻസർ. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ജീവദ്രവ്യം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നത്. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻസ് നോക്കൂ: മർമ്മദ്രവ്യം, കോശാംഗങ്ങൾ, കോശദ്രവ്യം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതാ? ഓപ്ഷൻ സി കോശദ്രവ്യമാണ് കറക്റ്റ് ആൻസർ. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഓപ്ഷൻ സി കോശദ്രവ്യം. അടുത്ത ചോദ്യം, ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ ഏതാണ്? മർമ്മകം, കോശാംഗങ്ങൾ, ക്രോമാറ്റിൻ ജാലിക, മർമ്മരന്ധ്രം. ഏതാ? ഓപ്ഷൻ ബി കോശാംഗങ്ങളാണ് കറക്റ്റ് ആൻസർ. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. അടുത്ത ചോദ്യം, കോശത്തിലെ ഊർജ്ജ നിലയം അല്ലെങ്കിൽ പവർ ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? കോശത്തിലെ ഊർജ്ജ നിലയം അല്ലെങ്കിൽ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻസ്: മൈറ്റോകോൺട്രിയോൺ, ഗോൾജി കോംപ്ലക്സ്, സെൻട്രോസോം, റൈബോസോം. ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയോൺ ആണ് കറക്റ്റ് ആൻസർ. മൈറ്റോകോൺട്രിയോൺ ആണ് കോശത്തിലെ ഊർജ്ജ നിലയം അല്ലെങ്കിൽ പവർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മൈറ്റോകോൺട്രിയോൺ കൂടുതലായി കാണപ്പെടുന്ന ശരീരഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത്. മൈറ്റോകോൺട്രിയോൺ കൂടുതലായി കാണപ്പെടുന്ന ശരീരഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് കേട്ടോ. ഓപ്ഷൻസ് നോക്കൂ: തലച്ചോറ്, കരൾ, പേശികൾ, രക്തകോശങ്ങൾ. ഏതാ? ഓപ്ഷൻ ഡി രക്തകോശങ്ങളാണ് മൈറ്റോകോൺട്രിയോൺ കൂടുതലായി കാണപ്പെടുന്ന ശരീരഭാഗങ്ങളിൽ ഉൾപ്പെടാത്ത ഭാഗം. നെക്സ്റ്റ്, നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ വ്യക്തി. ഓപ്ഷൻസ്: റൊണാൾഡ് റോസ്, റുഡോൾഫ് വിർഷ്വ, ഇവനോസ്കി, റോബർട്ട് കോച്ച്. ആരാ? ഓപ്ഷൻ ബി റുഡോൾഫ് വിർഷ്വ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശഭാഗം. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശഭാഗം ഏതാണ്? ഓപ്ഷൻസ്: ഫേനം, കോശഭിത്തി, കോശസ്തരം, അന്തർദ്രവ്യ ജാലിക. ഏതാ? ഓപ്ഷൻ ഡി അന്തർദ്രവ്യ ജാലികയാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശഭാഗം. ഓപ്ഷൻ ഡി അന്തർദ്രവ്യ ജാലികയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാണ്? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം. ഓപ്ഷൻസ്: ലൈസോസോം, റൈബോസോം, ലൈസോസൈം, ഫേനം. ഇവിടെ ഓപ്ഷൻസ് ശ്രദ്ധിക്കണം: റൈബോസോം, ലൈസോസോം, ലൈസോസൈം. കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ബി റൈബോസോം ആണ് കേട്ടോ. റൈബോസോമാണ് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം. അടുത്തത്, കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ: അന്തർദ്രവ്യ ജാലിക, ഗോൾജി കോംപ്ലക്സ്, കോശസ്തരം, കോശദ്രവ്യം. ഓപ്ഷൻ എ അന്തർദ്രവ്യ ജാലികയാണ് കറക്റ്റ് ആൻസർ. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗം ഏതാണ്? ഓപ്ഷൻ എ അന്തർദ്രവ്യ ജാലിക. അടുത്ത ചോദ്യം, ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ: ജീവദ്രവ്യം, മർമ്മരന്ധ്രം, സെൻട്രോസോം, ഫേനം. ഏതാ?
ഓപ്ഷൻ ഡി ഫേനമാണ് കറക്റ്റ് ആൻസർ. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗമാണ് ഫേനം. അടുത്ത ചോദ്യം, കോശത്തിലെ ട്രാഫിക് പോലീസ് ഏതാണ്? ഓപ്ഷൻസ് രക്തകോശം, ഗോൾജി കോംപ്ലക്സ്, മൈക്കോപ്ലാസ്മ, കോശാംഗങ്ങൾ. ഏതാ? ഓപ്ഷൻ ബി ഗോൾജി കോംപ്ലക്സ് ആണ് കറക്റ്റ് ആൻസർ. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കോശങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്തൊരു വീഡിയോ, നെക്സ്റ്റ് ഇടുന്ന വീഡിയോ ഇതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് PSC എക്സാമുകളിൽ സയൻസ് ബേസിസ് ആയിട്ടുള്ള PSC എക്സാമുകളിലൊക്കെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു പോയിൻ്റാണ്, ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, 6ാം ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറിയാൽ കാണാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, കയറി കാണാം കേട്ടോ. പിന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ, കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.